എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സിലെ ക്ലാസ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എ ഗ്രാൻഡ് ഫാദർ ഈസ് 10 times ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടറിൻ്റെ 10 times ആണ്. ആരുടെ? ഗ്രാൻഡ് ഡോട്ടറിൻ്റെ 10 times ആണ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്. ഹീ ഈസ് ഓൾസോ 54 years ഓൾഡർ ദാൻ ഹെർ. ഹീ ഈസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സ് 54 years ഓൾഡർ ദാൻ ഹെർ. ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 54 വയസ്സ് ഓൾഡർ ആണ്, കൂടുതലാണ്. ഓക്കെ, ഫൈൻഡ് ദെയർ പ്രസൻറ്റ് ഏജ്. അവരുടെ പ്രസൻറ്റ് ഏജ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ആർക്ക് എക്സ് കൊടുക്കുന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അറിയാം. എ ഗ്രാൻഡ് ഫാദർ ഈസ് 10 times ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 10 മടങ്ങ് വയസ്സ് കൂടുതലാണ് ആർക്ക്? ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ ആർക്കാണ് ഇവിടെ നമ്മൾ എക്സ് കൊടുക്കുക? ഗ്രാൻഡ് ഡോട്ടറിനാണ് കൊടുക്കുക. ലെറ്റ് എക്സ് ബി ദ പ്രസൻറ്റ് ഏജ് ഓഫ് പ്രസൻറ്റ് ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് എക്സ് ബി ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി ക്വസ്റ്റ്യൻ വായിക്കൂ. എ ഗ്രാൻഡ് ഫാദർ ഈസ് 10 times ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ എന്തായിരിക്കും? 10 times ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. ഗ്രാൻഡ് ഡോട്ടർ നമ്മൾ എക്സ് കൊടുത്തു പ്രസൻറ്റ് ഏജ്, അതിൻ്റെ 10 times പറയുമ്പോൾ 10x. നന്നായിട്ട് മനസ്സിലാക്കണം ആർക്കാണ് എക്സ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യണം ആദ്യം. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടറിൻ്റെ 10 മടങ്ങ്. അപ്പോൾ ഗ്രാൻഡ് ഡോട്ടറിനാണ് നമുക്ക് എക്സ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് എന്തായിരിക്കും? 10 times ഹിസ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ 10 times ഓഫ് എക്സ്, ദറ്റ് ഈസ് 10x years. അത് കിട്ടി. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചോളൂ, വീണ്ടും അടുത്ത ഹീ ഈസ് ഓൾസോ 54 years ഓൾഡർ ദാൻ ഹെർ. ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സെന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ 10 times ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹീ ഈസ് ഓൾസോ 54 years ഓൾഡർ ദാൻ ഹെർ. ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 54 വയസ്സ് കൂടുതലാണ് ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എഴുതുക. ഗ്രാൻഡ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ്, ഹീ ഈസ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 54 years ഓൾഡർ ദാൻ ഹെർ. അവളുടെ വയസ്സ് എത്ര? എക്സ് ആണ്. ഗ്രാൻഡ് ഡോട്ടറിൻ്റെ വയസ്സ് എക്സ് ആണ്. അതിനെക്കാട്ടിലും 54 കൂടുതലാണ്. കൂടുതൽ ഓൾഡർ എന്ന് പറയുമ്പോൾ പ്ലസ് 54. അപ്പോൾ ശ്രദ്ധിക്കണം, ഹീ ഈസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് നമുക്കറിയാം 10x കിട്ടിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 54 years ഓൾഡർ ദാൻ ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് ഡോട്ടറാണ്. 54 years ഓൾഡർ ദാൻ ഹെർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 54 വയസ്സ് കൂടുതൽ. ഗ്രാൻഡ് ഡോട്ടറിൻ്റെ വയസ്സ് എന്താണ്? എക്സ് ആണ്. 54 വയസ്സ് കൂടുതലാണ് പറയുമ്പോൾ എന്തിനും പ്ലസ് 54 എന്ന് പറയുന്നതാണ് ഗ്രാൻഡ് ഫാദേഴ്സ് പ്രസൻറ്റേജ്. അതാണ് ആ സെക്കൻഡ് സെൻറ്റൻസിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 10x ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 54. അപ്പോൾ 10x ഇവിടെ ഉണ്ട്, പ്ലസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആയി, ഈസ് ഈക്വൽ ടു 54. 10x എന്ന് എക്സ് പോയ എത്രയാണ്? 10x എന്ന് ഒരു എക്സ് പോയ 9x ഈസ് ഈക്വൽ ടു 54. അപ്പോൾ എക്സ് എന്തായിരിക്കും? 54 ഡിവൈഡഡ് ബൈ 9, ദറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 6. ഈ എക്സ് എന്ന് പറയുന്ന ആരാ? പ്രസൻറ്റ് ഏജ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ ആണ് എക്സ്. അപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്ന എക്സ് നമുക്ക് 6 years കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ എന്താണ്? 10x ആണ്. ദറ്റ് ഈസ് 10 into x നമുക്ക് കിട്ടി 6 ആണ്. അപ്പോൾ 10 into 6 60 years. നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും ആർക്കാണ് എക്സ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് നമുക്ക് കിട്ടി. എന്നിട്ട് പറഞ്ഞ് വീണ്ടും നെക്സ്റ്റ് സെൻറ്റൻസിൽ ഹീ ഈസ് ഓൾസോ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടറിനെക്കാട്ടിലും 54 കൂടുതലാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് നമുക്ക് കിട്ടി 10x. ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജും അറിയാം എക്സ്, അതിനെക്കാട്ടിലും 54 കൂടുതലാണ് പറയുമ്പോൾ എക്സ് പ്ലസ് 54. ബാക്കി നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതുക. ഇതിനോടൊപ്പം തന്നെ 10th ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 10th എളുപ്പമാണ്, ശ്രദ്ധിച്ചോളൂ. അമൻസ് ഏജ് ഈസ് 3 times ഹിസ് സൺസ് ഏജ്. അമൻസിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 times ഹിസ് സൺസ് ഏജ്. അപ്പോൾ ആർക്ക് എക്സ് കൊടുക്കാം?
സൺസ് ഏജിന് എക്സ് കൊടുക്കാം. പ്രസൻറ്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നതാണ് എക്സ്. ലെറ്റ് എക്സ് ബി ദ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ എന്നുകൊണ്ട് എക്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അമൻസ് ഏജ് എന്തായിരിക്കും? അമൻസ് ഏജ് എന്ന് പറയുന്നത് 3 times ഈ സൺസ് ഏജ്, ദറ്റ് ഈസ് 3 times ഓഫ് സൺസ് എന്ന് പറഞ്ഞാൽ 3 times ഓഫ് എക്സ്, ദറ്റ് ഈസ് 3x. ഇത് കിട്ടി. ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും ഏതിന് എക്സ് കൊടുക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ മറ്റേ ഏജും കിട്ടി, അമൻസിൻ്റെ ഏജും കിട്ടി. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കണം, 10 years ago he was 5 times his son's age. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 10 years ago. 10 years after എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ വയസ്സ് 10 ആണെങ്കിൽ 10 years after എന്തായിരിക്കും? +10. 10 years ago ഇപ്പം എൻ്റെ വയസ്സ് 20 ആണെങ്കിൽ 10 വർഷം മുമ്പ് എന്തായിരിക്കും? 20 - 10. അപ്പോൾ നമുക്ക് 10 വർഷം മുമ്പ് 10 വയസ്സായിരിക്കും. അപ്പോൾ 10 years ago എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ ഏജ് എക്സ് ആണ്. ഇപ്പോൾ പ്രസൻറ്റ് ഏജ് എക്സ് ആണ്. അപ്പോൾ 10 years ago എന്തായിരിക്കും? x - 10. ഒപ്പം തന്നെ ആരുടെ ഏജും 10 years ago എന്താവും? അമൻസ് ഏജ് എന്തായിരിക്കും? 3x - 10. അതായത് മകൻ്റെ വയസ്സ് 10 വർഷം പിന്നോട്ട് പോകുമ്പോൾ ഒപ്പം ആരുടെയും പോവും? അമൻസിൻ്റെ ഏജും പോവും. അത് ഫാദറിൻ്റെ ഏജും കൂടിയിട്ട് ബാക്കിലേക്ക് പോകും. അത് മനസ്സിലാക്കണം. ഒരാളുടെ ഏജ് മാത്രമല്ല ബാക്കിലേക്ക് പോവുക, ഒപ്പം ആരുടെയും പോവും. സണ്ണിൻ്റെ ഏജ് അവർ പറയുന്നത് 10 years ago എന്ന് പറയുമ്പോൾ ഇവിടെ 2 വ്യക്തികളാണ്. ഒന്ന് സണ്ണും ഒന്ന് ഫാദറുമാണ്. സണ്ണിൻ്റെ വയസ്സ് 10 വയസ്സ് പിന്നോക്കം പോകുമ്പോൾ ഒപ്പം ആരുടെയും പോകും? ഫാദേഴ്സിൻ്റെ ഏജും പിന്നോക്കം പോകണമല്ലോ. അപ്പോൾ 10 years ago എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ ഏജ് എക്സ് ആയിരുന്നു പ്രസൻറ്റ് ഏജ്. 10 years ago എന്താവും? x - 10 ആവും. അമൻസ് ഏജ് എന്താവും? ഫാദറിൻ്റെ ഏജ് എന്താവും? 3x ആയിരുന്നു. 10 years ago പറയുമ്പോൾ എന്താവും? 3x - 10. അപ്പോൾ 2 പേരുടെ വയസ്സിൽ നിന്നും 10 മൈനസ് ചെയ്യണം. ഒരാളുടെ മാത്രം ചെയ്താൽ പോരാ, 2 പേരുടെയും വയസ്സിൽ നിന്നും 10 മൈനസ് ചെയ്യും. അതാണ് 10 years ago. ഇപ്പോൾ 10 years after എന്നാണെങ്കിൽ ഇവിടെ +10 വരും. ഇപ്പോൾ 10 years ago ആണ്. അത് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നും ഏതിന് എക്സ് കൊടുത്തു എന്ന് മനസ്സിലായി. സണ്ണിൻ്റെ പ്രസൻറ്റ് ഏജിന് എക്സ് കൊടുത്തപ്പോൾ അമൻസ് ഏജ് നമുക്ക് കിട്ടി 3 times ഓഫ് എക്സ്, ദറ്റ് ഈസ് 3 times ഓഫ് സൺ എന്ന് പറയുമ്പോൾ 3 times ഓഫ് എക്സ് കിട്ടി. ഓക്കെ. അത് കഴിഞ്ഞ് 10 years ago എന്ന് പറയുമ്പോൾ 2 പേരുടെ വയസ്സും എന്താവും? 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ചെയ്യണം. x - 10 ആണ്. മറ്റേ അമൻസ് ഏജ് 3x - 10 ആയി. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 10 years ago he was, ആരാണ്? അമൻസ് ഏജ്. 10 years ago അമൻസ് ഏജ് എന്ന് പറയുന്നത് 10 years ago എന്തായിരുന്നു? 3x - 10 ആയിരുന്നു. ഈസ് ഈക്വൽ ടു 5 times his son's age. 5 times പറഞ്ഞാൽ 5 into സൺസ് ഏജ് എന്താവും? 10 years ago പറയുമ്പോൾ x - 10 ആണ്. അപ്പോൾ 3x - 10 ഈസ് ഈക്വൽ ടു 5 into x - 10. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ 10 years ago എന്നുള്ള ആദ്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോവുക. 10 years ago he was 5 times his son's age ആണ്. 10 years ago he was എന്ന് പറഞ്ഞാൽ അമൻസിൻ്റെ ഏജ് എത്രയായി? 3x - 10 ആയിരുന്നു 10 years ago. ഒപ്പം മകൻ്റെ വയസ്സ് എന്ത് സംഭവിച്ചു? x - 10 ആയി. പക്ഷെ കണ്ടീഷൻ എന്താ? he was, അത് അമൻസ് ഏജ് 3x - 10 ഈസ് he was ആണ്. അപ്പോൾ 3x - 10 ഈസ് ഈക്വൽ ടു 5 times, ദറ്റ് ഈസ് 5 into his son's age 10 years ago എന്തായിരുന്നു? x - 10. നന്നായിട്ട് മനസ്സിലാക്കുക. സെൻറ്റൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3x - 10 ഈസ് ഈക്വൽ ടു 5 into x, 5x, 5 into -10, -50. ഇനി എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക്, നമ്പേഴ്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക്. ഇവിടെ 3x ഉണ്ട്, +5x ഇങ്ങോട്ട് വരുമ്പോൾ -5x ആയി. ഈസ് ഈക്വൽ ടു ഇവിടെ -50 ഉണ്ട്, -10 അങ്ങോട്ട് പോകുമ്പോൾ +10 ആയി. അപ്പോൾ എന്തായി? 3x നിന്ന് 5x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറുതെന്ന് വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5x നിന്ന് 3x പോയാൽ 2 കിട്ടി. ഏറ്റവും വലിയ നമ്പർ 5 ആണ്, അതിൻ്റെ സൈൻ വന്നു -2x. ഈസ് ഈക്വൽ ടു ഇവിടെ -50 10 ആണ്. നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 50 10 പോയാൽ 40. ഏറ്റവും വലിയ നമ്പറായ 50യുടെ സൈനാണ് കൊടുക്കുക, നെഗറ്റീവ്. ഈ നെഗറ്റീവ് വെട്ടിപ്പോയി. ദെൻ 2x ഈസ് ഈക്വൽ ടു 40. 2x ഈസ് ഈക്വൽ ടു 40. ദെൻ എക്സ് എന്തായിരിക്കും? 40 ഇൻറ്റു ആണ്, അതിങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ്. 40 ഡിവൈഡ് ബൈ 2 20. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 20 കിട്ടി. ആരാണ് എക്സ്? പ്രസൻറ്റ് ഏജ് ഓഫ് സൺ ആണ് എക്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രസൻറ്റ് ഏജ് ഓഫ് സൺ ആണ് എക്സ്. അത് കിട്ടി 20 years. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഏജ് ഓഫ് അമൻസ് എന്താണ്? 3x ആണ്. ദറ്റ് ഈസ് 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 20. 3 into 20 എത്രയാണ്? 60 years. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാം.
ഇപ്പോൾ 10 years ago എന്ന് പറയുമ്പോൾ മൈനസ് വരും. 10 years after എന്നാണെങ്കിൽ ഇവിടെ +10 രണ്ട് ഭാഗത്തും ചെയ്യണം. ഒരാൾക്ക് മാത്രമല്ല ഏജ് കുറയുക അല്ലെങ്കിൽ ഏജ് കൂടുക, ഒപ്പം തന്നെ മറ്റാളുടെയും അതേപോലെ ചെയ്യേണ്ടി വരും. നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ആ കണ്ടീഷനിലേക്ക് പോവുകയാണ്. കണ്ടീഷൻ എന്താ പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. അങ്ങനെ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സണ്ണാണ്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സണ്ണാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് അമൻസ് ഏജ് എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 3 × എക്സിൻ്റെ വാല്യൂ ആയി 20 കൊടുക്കുമ്പോൾ 60 years കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.